ഓം ശ്രീ മഹാഗണപതി നമ. ഓം ശ്രീ സരസ്വതി നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഇന്ന് നമ്മൾ നാരായണീയം ദശകം 3-ലെ 9-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. നമുക്ക് ശ്ലോകം ചൊല്ലാം. മരുദ്ഗേഹാധീശ ത്വയി ഖലു പരാഞ്ജോപി സുഖിനോ ഭവത്സ്നേഹീ സോഹം സുബഹുപരിതപ്യേ ച കിമിദം അകീർത്തിസ്തേ മാഭൂദ്വരദ ഗദഭാരം പ്രശമയൻ ഭവദ്ഭക്തോത്തം സംഛടിതി ഖുരുമാം കംസദമന. നമുക്ക് ഈ ശ്ലോകത്തിലെ വരികളെ അർത്ഥം നോക്കാം. മരുദ്ഗേഹാദീശ ത്വയി ഖലു പരാഞ്ജോപി സുഖിനോ. മരുദ്ഗേഹാധീശ, മരുദ് വായു, ഗേഹം വീട് അല്ലെങ്കിൽ പുരം. അപ്പം മരുദ്ഗേഹം വായുപുരം. മരുദ്ഗേഹാധീശ വായുപുരാധീശ ഗുരുവായൂരപ്പ. ത്വയി അങ്ങയെ, പരാഞ്ജോപി പരാഞ്ജഹ അഭി, പരാഞ്ജഹ തിരിഞ്ഞു നോക്കാത്തവർ, അഭി പോലും തിരിഞ്ഞു നോക്കാത്തവർ കൂടി, സുഖിനോ സുഖിനഹ സുഖമായി, ഖലു ഇരിക്കുന്നു കഴിയുന്നു. ഗുരുവായൂരപ്പ അങ്ങയെ ഒന്ന് തിരിഞ്ഞു നോക്കാത്തവരും കൂടി സുഖമായി കഴിയുന്നു. ഭവത്സ്നേഹി സോഹം സുബഹുപരിതപ്യേച കിമിദം. ഭവത് സ്നേഹി അങ്ങയെ സ്നേഹിക്കുന്ന, അങ്ങയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഭജിക്കുന്ന, സോഹം സ അഹം, സ എന്നാൽ ഈ, അഹം ഞാൻ, സ അഹം ഈ ഞാൻ, സുബഹു വളരെയധികം, പരിതപ്യേ പരിതപിക്കുന്നു ദുഃഖിക്കുന്നു, പരിതപ്യേജ പരിതപിക്കുകയും ചെയ്യുന്നു അല്ലെങ്കിൽ കഷ്ടപ്പെടുകയും ചെയ്യുന്നു. അങ്ങയെ ഇത്രയധികം സ്നേഹിക്കുന്ന ഈ ഞാനാകട്ടെ വളരെയധികം കഷ്ടപ്പെടുകയും ചെയ്യുന്നു. കിമിദം അതെന്താണ് അങ്ങനെ? അകീർത്തിസ്തേ മാഭൂദ്വരദ ഗദഭാരം പ്രശമയൻ. അകീർത്തിസ്തേ, അകീർത്തിഹി ദുഷ്പേര്, തേ അങ്ങേക്ക്, അകീർത്തിസ്തേ എന്നാൽ അങ്ങേക്ക് ദുഷ്പേര്, മാ ഭൂത് മാ അരുത്, ഭൂത് ഉണ്ടാവുക, മാ ഭൂത് ഉണ്ടാവരുത്, അങ്ങേക്ക് ദുഷ്പേര് ഉണ്ടാവരുത്. അകീർത്തിസ്തേ മാഭൂത് വരദ, വരദായകനായ ഭഗവാനെ അങ്ങേക്ക് ഇതുമൂലം ദുഷ്പേരുണ്ടാവരുത്. ഗദഭാരം പ്രശമയൻ, ഗദഭാരം രോഗഭാരം അല്ലെങ്കിൽ രോഗക്ലേശം, പ്രശമയൻ തീർത്തും ഇല്ലാതാക്കിയിട്ട്, ഗദഭാരം പ്രശമയൻ എൻ്റെ ഈ രോഗക്ലേശം പൂർണ്ണമായും ഇല്ലാതാക്കിയിട്ട്, ഭവദ് ഭക്തോത്തംസം ധടിതി കുരു കംസദമന. ഭവദ് ഭക്തോത്തംസം, ഭവദ് അങ്ങയുടെ, ഭക്തോത്തംസം ഭക്തന്മാരിൽ വെച്ച് ഉത്തമ ഭക്തനാക്കി, ഛടിതി പെട്ടെന്ന്, കുരു ചെയ്താലും, മാം എന്നെ, കംസദമന കംസനെ വധിച്ചവനെ, കംസന്റെ അഹങ്കാരം ശമിപ്പിച്ചവനെ ഭഗവാനെ, എൻ്റെ രോഗക്ലേശം നിശേഷം അകറ്റിയിട്ട് എന്നെ ഏറ്റവും വേഗം അവിടുത്തെ ഭക്തന്മാരിൽ വെച്ച് ഉത്തമ ഭക്തനാക്കി ചെയ്താലും കംസദമന ഭഗവാനെ, ഛടിതി കുരുമാം ഏറ്റവും വേഗം എന്നിൽ ദയ ചെയ്താലും. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ ഒരുമിച്ചുള്ള അർത്ഥമൊന്ന് പറയാം. അല്ലയോ ഗുരുവായൂരപ്പ, മരുദ്ഗേഹാദിശ നിന്തിരുവടിയുടെ ഭക്തിയിൽ വിമുഖന്മാരായിട്ടുള്ളവർ പോലും സുഖമായിട്ട് കഴിയുന്നു. എന്നാൽ അവിടുത്തെ ഭക്തനായ ഈ ഞാൻ, അവിടുത്തെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഈ ഞാനാകട്ടെ രോഗക്ലേശം കൊണ്ടും മറ്റും വളരെയധികം കഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഇതെന്താണ് ഇങ്ങനെ? ഇതുമൂലം അങ്ങേക്ക് ദുഷ്പേരുണ്ടാവാൻ ഇടയാകരുത് പ്രഭോ. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ഗുരുവായൂരപ്പൻ്റെ ഭക്തനായിട്ട് പോലും ഇങ്ങനെ കഷ്ടപ്പെടുന്നല്ലോ എന്ന് ജനങ്ങൾ പറയാനിട വരുമല്ലോ ഭഗവാനെ എന്ന്
ഒരു സുഹൃത്തിനോട് പറയുന്ന സ്വാതന്ത്ര്യത്തോടുകൂടി മേൽപ്പത്തൂർ ഭഗവാനോട് പറയുകയാണ്. അതുകൊണ്ട് എൻ്റെ രോഗക്ലേശമെല്ലാം അകറ്റി എന്നെ വേഗത്തിൽ അവിടുത്തെ ഭക്തന്മാരിൽ വെച്ച് ഉത്തമ ഭക്തനാക്കി തീർക്കാൻ കൃപയുണ്ടാകണേ ഭഗവാനെ എന്നാണ് ഈ ശ്ലോകത്തിൽ മേൽപ്പത്തൂർ ഭഗവാനോട് അപേക്ഷിക്കുന്നത്. മരുദ്ഗേഹാധീശ ത്വയി ഖലു പരാഞ്ജോപി സുഖിനോ ഭവത്സ്നേഹീ സോഹം സുബഹുപരിതപ്യേ ച കിമിദം അകീർത്തിസ്തേ മാഭൂദ്വരദ ഗദഭാരം പ്രശമയൻ ഭവദ്ഭക്തോത്തം സംഛടിതി കുരുമാം കംസദമന. 10ാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവും അടുത്ത വീഡിയോയിൽ ചെയ്യാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.